ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സയൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ RC മെയിൻ്റനൻസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പറ്റിയൊരു സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മുടെ മേശപ്പുറത്തോ കാര്യങ്ങളൊന്നും ഇതിൽ വെക്കാതെ നമുക്ക് ഇങ്ങനെ സുഖമായിട്ടിരുന്ന് പണിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇത് ഫ്രീലി മൂവിങ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് RC കാറിന് ഇതിൻ്റെ പൊക്കത്ത് വെച്ചിട്ട് നമുക്ക് തിരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും, പെട്ടെന്ന് തിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീലി നമുക്ക് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് ഫ്രീലി സർവീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും കാര്യങ്ങൾക്കും വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ മേടിച്ചത് അലി എക്സ്പ്രസ് വഴിയല്ല, അലി ബാബ വഴിയാണ്. ഷിപ്പിങ്ങും കാര്യങ്ങളും ഉൾപ്പെടെ വരുമ്പോൾ ഒരു ഇത്തിരി കോസ്റ്റ്ലി ആയിട്ട് വരും. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1500 കുറഞ്ഞത് വരും ഷിപ്പിംഗ് ഉൾപ്പെടെ വരുമ്പോൾ. പിന്നെ കസ്റ്റംസിൻ്റെ ഡ്യൂട്ടി എത്ര വരും എന്നുള്ളത് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മളിത് ഈ ഒരു സാധനം മാത്രമായിട്ടല്ല മേടിച്ചത്, കുറച്ചധികം ആക്സസറീസും കൂടി ഇതിൻ്റെ ഒപ്പം മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ക്രോളറിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസും കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും വരും. സോ ഈ ഒരു വീഡിയോയിൽ എന്തായാലും ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് അൺബോക്സ് ചെയ്യുന്നതും ഇതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇതിങ്ങനെയല്ല വരുന്നത്, നമുക്ക് പാർട്സായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് കാണാം. ഇതൊരു റിവേഴ്സ് അൺബോക്സിങ് പോലെ ആയിട്ടാണ്. നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ച് പറയുന്നു. അൺബോക്സിങ് വീഡിയോ ഓൾറെഡി ചെയ്ത് സെറ്റപ്പ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. സോ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പാക്കേജിങ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം അസംബിൾ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നമുക്ക് എന്തോരം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് അസംബിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം ഈ കവർ എന്തായാലും പൊട്ടിക്കാം. സീൽഡ് കവറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് അസംബിൾ ചെയ്യാൻ വേണ്ട അലഞ്ചിയും സാധനങ്ങളും എല്ലാം ഇതിൻ്റെ ഒപ്പം ഇൻക്ലൂഡഡ് ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ സ്റ്റാൻഡ് എന്ന് പറയുന്നത് മെറ്റലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ കളറാണ്. വേറെ 2-3 കളറും കൂടെ അവൈലബിൾ ആയിരുന്നു. റെഡ് അവൈലബിൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ബ്ലൂ കളറാണ് നമ്മൾ എടുത്തത്. സോ ഇതാണ് നമ്മുടെ സ്റ്റാൻഡിനകത്ത് വരുന്ന കമ്പോണൻസ്. ഓക്കെ, അപ്പോൾ നല്ലൊരു മെറ്റൽ അലോയ് തന്നെയാണെന്ന് തോന്നുന്നു. ഇതായിരിക്കുള്ളൂ നമ്മുടെ ടോപ്പിൽ വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ ഒക്കത്താണ് നമ്മൾ RC കാർ വെക്കുന്നതും കാര്യങ്ങളും നമുക്ക് തിരിക്കാനും പിടിക്കാനും ഈസി ആക്സസിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത്. ഇതാണ് നമ്മുടെ ബോട്ടം പ്ലേറ്റ് വരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നമുക്കിവിടെ സെൻറ്റിമീറ്ററും ഇഞ്ചും സ്കെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് 4 ഇത് വെച്ച് കൊടുക്കേണ്ടി വരും. പാഡ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പാഡ് ഇവിടെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ വരയിലും കാര്യങ്ങളൊന്നും വീഴില്ല. അത്യാവശ്യം സ്റ്റെർലി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പാഡ് പിന്നീട് എടുക്കാം. ആദ്യം നമുക്കിതൊന്ന് അസംബിൾ ചെയ്യാം. നമുക്ക് ഇവിടെ ആയിട്ട് കണ്ടോ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ഇതിൽ എത്ര ഹൈറ്റ് വേണം എന്നുള്ളത് നമുക്ക് അതേപോലെ തന്നെ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. സോ നമുക്കിത് ആദ്യം അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ ഇതിട്ട് തിരിച്ച് വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ള് കാത്തിടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും തിരിച്ച് വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷന് നമ്മൾ ഇതിൻ്റെ പൊക്കത്തേക്ക് വെച്ചിട്ട് മൗണ്ട് ചെയ്യണം. സൈസ് അലങ്കി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഇതിനകത്ത് 3 സൈസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് വരുന്നത് സ്റ്റാൻഡിൻ്റെ. ഇവിടേക്ക് ഏകദേശം ഇപ്പോഴേ തന്നെ ചെറുതായിട്ട് പോയിട്ടുണ്ട്, പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. പാക്കേജിങ്ങിൽ പറ്റിയതായിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത്. ടോപ്പിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൊക്കത്തായിട്ട് ഒരു ബെയറിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു നടുക്കൊരു ബെയറിങ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് താഴെയായിട്ടൊരു സ്ക്രൂവിൻ്റെ ഒരു പോയിൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇട്ടിട്ടും ഇതിനകത്തിട്ട് ടൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അസംബ്ലി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും ഇത് അത്യാവശ്യം ചെറുതായിട്ട് ഫ്രീലി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ താഴെ കാണുന്ന നട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യണം. ഈ താഴെ വന്നിട്ട് കറക്റ്റായിട്ട് ഈ നട്ട് ഒന്ന് ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഇതാക്കി വെച്ച് നമ്മളിവിടെ ഈ അലങ്കി വെച്ചിട്ട് നമ്മൾ ഈ ഒരു താഴ്ത്ത നട്ട് അനങ്ങാത്ത രീതിയിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇയാൾ ഫ്രീലി മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമ്പോൾ നട്ട് ഊരി പോരുന്നുമില്ല. നേരത്തെ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നില്ലെങ്കിൽ ഇത് കുറച്ച് കറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ടൈറ്റ് ആവും. അങ്ങനെ ഇപ്പോൾ ആവുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ഫ്രീലി മൂവിങ് ആണ്. നമുക്ക് വേണ്ടതും അത് തന്നെയാണ്. നമുക്ക് നമ്മുടെ കാർ പണിതുകൊണ്ടിരിക്കേണ്ട ഇടയ്ക്ക് ഒന്ന് തിരിക്കണമെന്നുണ്ടെങ്കിൽ പൊക്കിയെടുത്ത് വെക്കേണ്ട ആവശ്യം വരില്ല. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ പാഡ് തിരിച്ചിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സിൽവർ കളറാണ്. ഇതിനകത്ത് നമ്മുടെ ക്രോളറിൻ്റെ ടയർ വന്ന് കൊണ്ടിട്ട് കറയൊക്കെ ആയിട്ടുണ്ട്. അത് പോയിട്ടില്ല ഇപ്പോഴും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാഡുകളപ്പോൾ എന്തായാലും നമുക്ക് പൊട്ടിച്ചെടുക്കാം. കത്തിയുടെ മൂർച്ചയൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്തായാലും. ഓക്കെ,
നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് 2 പാഡായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടും പുറകിൽ ഡബിൾ സൈഡ് ടേപ്പ് അങ്ങോട്ട് കുറച്ച് കളയുക. എൻ്റെ ഇതിൽ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ വരയിൽ വീഴാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്ക് താഴെ വെക്കാൻ വേണ്ടിയിട്ട് 4 പാഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതപ്പോൾ നമുക്ക് താഴെ ഇവിടെ 4 കോർണറിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം ഫ്രീലി മൂവിങ്ങും ആണ്, ചെറിയൊരു അനക്കമേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെക്കാൻ വേണ്ടി പറ്റും. എന്തായാലും ഞാൻ വണ്ടി വെച്ചിട്ട് എന്തായാലും കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് എന്തായാലും ഈ സ്റ്റിക്കർ ഒന്ന് പൊളിച്ചിട്ടും വെക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് നോക്കണം. ഇവിടത്തെയാണ് ഈ സ്റ്റിക്കർ, ഓൾമോസ്റ്റ് കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ വണ്ടി പൊക്കത്ത് നോക്കുമ്പോൾ വണ്ടിയിൽ പൊക്കത്ത് സ്ക്രാച്ചുകൾ വീഴാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇതിൻ്റെ പൊക്കത്തായിരിക്കും വണ്ടി ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് താഴെയുള്ള പാഡുകളും കൂടി എന്തായാലും കണക്ട് ചെയ്യാം. ആൻഡ് നമ്മുടെ സ്റ്റാൻഡ് എന്തായാലും ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവുമെന്നും കൂടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ എന്തായാലും എൻഡ് ചെയ്യാം. കുറേ ആയി ഈ വീഡിയോയുടെ ലെങ്ത്ത് എന്തായാലും കൂടിയിട്ടുണ്ടെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി വെച്ചിട്ട് നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഡബിൾ ടോയ്സിൻ്റെ ബാക്കി നമ്മൾ സ്റ്റാൻഡിൻ്റെ മുഖത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹൈറ്റ് കണ്ടാൽ അറിയാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബോഡിയുടെ ഇത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ബേസ് വരുന്നത് കറക്റ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/14 സ്കെയിലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ടയറും ആ സ്റ്റാൻഡിലും മുട്ടില്ല, അങ്ങനെ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വർക്കുകൾ ചെയ്യാൻ വേണ്ടി സുഖമാണ്. അതുപോലെ തന്നെ ടയറിൻ്റെ കറയൊന്നും നമ്മുടെ താഴെയൊന്നും ആവുകയൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് തിരിക്കണമെങ്കിലും പിടിക്കണമെങ്കിലൊക്കെ എളുപ്പമാണ്. കണ്ടോ, നമുക്ക് 1 ഹാൻഡിലിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് പൊക്കി എടുത്ത് പിടിക്കുകയൊന്നും ചെയ്യേണ്ടി വരില്ല. അപ്പോൾ വലിയ വലിയ വണ്ടികളുടെ കേസ് ആണെങ്കിൽ നമ്മുടെ ക്രോളറിൻ്റെ കേസ് ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ക്രോളറിൻ്റെ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് അല്ല. ഇതുപോലെ നമുക്ക് നമ്മുടെ ബഗ്ഗിയിൽ അറിയാൻ വേണ്ടി പറ്റും ഇങ്ങനൊരു സർഫസാണ്. നമ്മുടെ ക്രോളറിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും നടുക്ക് മാത്രം ഒരു ഇച്ചിരി ഇത്രയും ചിലപ്പോൾ ഒരു പൊസിഷൻ ഉണ്ടാവുള്ളൂ, കറക്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ലിങ്കുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ലിങ്കിലേ ചിലപ്പോൾ ഇരിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ എന്നാലും നമ്മുടെ ബാക്കിയുള്ള വണ്ടികളുടെ വർക്കുകളൊക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് ഉപയോഗപ്പെടും. അതുപോലെ തന്നെ അൺബോക്സിങ് അല്ലെങ്കിൽ ഒരു ഷോ കേസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൽ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കറക്കി പിടിക്കാനൊക്കെ വേണ്ടി പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഇതിൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൂടുതലൊന്നും പറയാനുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. സോ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റുമായിട്ട് വരാം. അതുവരത്തേക്കും ബൈ.